പക്കാ കേരള രുചിയുടെ വ്യത്യസ്ത ഭാവങ്ങളുമായി ഇന്ന് നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള കേക്കാണ്. നാച്ചുറൽ ആയിട്ടുള്ള കേക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള വസ്തുക്കൾ വെച്ച് എങ്ങനെയാണ് നമുക്ക് ക്രീമൊന്നും ചേർക്കാതെ എങ്ങനെയാണ് ഒരു കേക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് മൈദ ഇട്ട് കൊടുക്കാം. ഞാൻ ഈ ചെറിയൊരു കപ്പാണ് ഉപയോഗിക്കുന്നത്. ഈ കപ്പിൽ 1.5 കപ്പ് മൈദയാണ് ഇടുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. കുറച്ച് 1/2 സ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 സ്പൂൺ സോഡയും ഇട്ട് കൊടുക്കാം. ഇട്ടതിന് ശേഷം ഇനി നമുക്ക് പഞ്ചസാരയാണ്. പഞ്ചസാര 1 കപ്പ് പഞ്ചസാരയാണ്. 1.5 കപ്പ് മൈദയ്ക്ക് 1 കപ്പ് പഞ്ചസാരയാണ്. പിന്നെ മധുരം ഒരുപാട് ആവശ്യമുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ എടുക്കാം. ഒരു 1.5 കപ്പ് വേണമെങ്കിൽ എടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് എടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ 1 കപ്പ് പഞ്ചസാര നമുക്ക് നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. മിക്സി നന്നായിട്ട് തുടച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് പൊടിച്ചെടുക്കാം. ഒന്ന് പൊടിച്ചിട്ട് വരാം. ഇത് നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മൈദയിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ മൈദയും ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും പഞ്ചസാരയും കൂടെയുള്ള ഈ മിക്സ് നമുക്ക് നന്നായിട്ട് ഒന്ന് അരിച്ചെടുക്കാം. ഈ അരിച്ചെടുക്കുന്നത് എല്ലാവർക്കും അറിയാം എന്തിനാണെന്ന്. നന്നായിട്ടൊന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 3 തവണ നമുക്ക് നന്നായിട്ട് ഒന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുക്കുമ്പോൾ അതിൽ വരുന്ന ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റിക്കളയാം. നന്നായിട്ട് മിക്സായി പഞ്ചസാര വേണമെങ്കിൽ നമുക്ക് പൊടിക്കാതെ വേണമെങ്കിലും ഇടാം. പക്ഷേ കുറച്ച് തോനെ സമയം നമ്മൾ അത് മിക്സാക്കി എടുക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നത്. ഓക്കെ, ഈ മിക്സ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. മാറ്റി വെച്ചതിന് ശേഷം ഇതിനെ നമുക്ക് ഇത് മാറ്റി വെച്ചതിന് ശേഷം ഇനി വേറൊരു മിക്സ് നമുക്ക് ഉണ്ടാക്കാം. മിക്സിയുടെ ജാറിൽ തന്നെയാണ് എടുക്കുന്നത്. നമുക്കൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 2 മുട്ടയുണ്ട്. അതുപോലെ 1 കപ്പ് സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. ഞാൻ 1 കപ്പ് എടുക്കുന്നില്ല, ഒരു 3/4 കപ്പോളമേ എടുക്കുന്നുള്ളൂ. 3/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ്. ഒരു 1/2 കപ്പിന് മുകളിൽ 1 കപ്പ് വരെ ഉപയോഗിക്കാം. അപ്പം ഞാനൊരു 3/4 കപ്പാണ് എടുക്കുന്നത്. 3/4 കപ്പ് ഒഴിച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഏലക്കാപ്പൊടിയും കുറച്ച് ജാതിപ്പൊടിയും ഇടറെ എസൻസുകളൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് പേസ്റ്റാക്കി മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ഓക്കെ, നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നല്ല പേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഈ മൈദ മിക്സിയിലേക്കിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, നമുക്കിത് ഇളക്കുമ്പോൾ മനസ്സിലാവും നമുക്കിത് ലൂസാണോ അതോ കട്ടിയാണോ എന്ന്. അപ്പോൾ ലൂസാണ് എന്നുണ്ടെങ്കിൽ അതിൽ വേറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കറക്റ്റായിട്ട് അങ്ങ് എടുത്താൽ മതി. പക്ഷേ ഇത് കട്ടിയായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് കുറച്ച് പാലും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ലൂസായിട്ട് കിട്ടും. അപ്പോൾ ഒരുപാട് ലൂസാവാനും പാടില്ല, ഒരുപാട് കട്ടിയാകാനും പാടില്ല. ഇനി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ മൈദയും ഈ മിക്സും തമ്മിൽ ചേർക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഓവനിൽ നമ്മളൊരു 180 ഇട്ട് ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുക. കാരണം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സമയം നമുക്ക് ഈ മിക്സിനെ വെച്ചിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ തന്നെ കൊണ്ടുപോയി നമുക്കത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രീഹീറ്റ് ചെയ്യാൻ ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെയ്ത് കൊടുത്ത് ഇനി നമ്മൾ ഈ മിക്സ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് ചെറിയൊരു കേക്കാണ്, അതുകൊണ്ട് ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇതിൻ്റെ അടിക്ക് ഞാൻ ബട്ടർ പേപ്പറാണ് വെക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് കുക്കിംഗ് ഓയിൽ ചുറ്റും തേച്ച് കൊടുത്താൽ മാത്രം മതി. നന്നായിട്ട് ഇളകി വരും. മാത്രമല്ല ഓയിലൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇളകി വരാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല. ആ എടുക്കുന്ന പാത്രം ഒരു 1/2 പാത്രമേ നമ്മൾ എടുക്കുന്ന മിക്സ് ഉണ്ടാവാൻ പാടുള്ളൂ. ബാക്കി പൊങ്ങി വരാനുള്ള സ്ഥലവും ഉണ്ടായിരിക്കണം ആ പാത്രത്തിൽ. ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തട്ടി കൊടുക്കാം. ഇതിൻ്റെ ആ ഒരു എയർ ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോയി കിട്ടും. ഞാൻ പ്രീഹീറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഓവനിലേക്ക് ഈ കേക്ക് കൊണ്ടുപോയി വെക്കാം. ഇപ്പം നമ്മൾ 180-ൽ 10 മിനിറ്റ് വെച്ചിട്ടുണ്ട്, പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഈ കേക്കിൻ്റെ മിക്സ് വെച്ചതിന് ശേഷം 150-ലേക്കാക്കി ഞാൻ 50-ലാക്കി ഒരു 30 മിനിറ്റ് അതിലേക്ക് വെച്ചേക്കുക. അതിനുശേഷം
30 മിനിറ്റിന് ശേഷം 150 എന്നുള്ളത് ഞാൻ 180 മാറ്റും. 180 ഒരു 15 മിനിറ്റത്തേക്കും കൂടി വെക്കും. അപ്പോഴത്തേക്കും കറക്റ്റായിട്ടും അത് വെന്ത് കിട്ടും. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് ആയിട്ടുള്ളൂ പൊങ്ങി വന്നിട്ടുണ്ട്. ഇപ്പം കൃത്യം 45 മിനിറ്റായി. 45 മിനിറ്റിന് ശേഷം ഇപ്പം നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് ഒന്ന് തണുക്കാൻ വെച്ചതിന് ശേഷം നമുക്ക് നോക്കാം. നമ്മൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇത് നല്ല സ്പോഞ്ച് പോലെ ഇരിക്കണം. വളരെ സോഫ്റ്റാണ്. നല്ല മണവും ഉണ്ട്. ഒരുപാട് മധുരമില്ല, എന്നാൽ മധുരം കുറവുമില്ല. വളരെ ടേസ്റ്റിയാണ്. അപ്പം എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം.